അനധികൃത പണമിടപാട് കേസിൽ കണ്ണൂരിലെ കോൺഗ്രസ് നേതാവ് അറസ്റ്റിൽ. DCC ജനറൽ സെക്രട്ടറി കല്ലിക്കോടൻ രാഗേഷിനെയാണ് തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. സഹകരണ സംഘത്തിന്റെ അക്കൗണ്ടിൽ കോടികൾ അയച്ചത് സൈബർ തട്ടിപ്പ് സംഘം. കള്ളപ്പണം എത്തിയത് തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കെന്ന് സംശയം. വിവരങ്ങളുമായി സന്തോഷ് എം ചേരുന്നുണ്ട് കണ്ണൂരിൽ. സന്തോഷ്, ഏതായാലും ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് കോൺഗ്രസിനടക്കം വലിയ ഫണ്ടുകൾ വരാൻ സാധ്യതയുണ്ട്. കണ്ണൂരിൽ നിന്നുള്ള കർണാടകത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ നേരത്തെ തന്നെ ഇവിടേക്ക് ഫണ്ടെത്തിച്ചത് സംബന്ധിച്ച വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ സഹകരണ സംഘത്തിന്റെ പേരിലാണോ ഈ കല്ലിക്കോടൻ രാഗേഷ് തട്ടിപ്പ് നടത്തിയത്? സിജു, കണ്ണൂരിലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവും DCC ജനറൽ സെക്രട്ടറിയും സുധാകരന്റെ അടുത്ത അനുയായി കൂടിയായ കല്ലിക്കോടൻ രാഗേഷിനെയാണ് ഇപ്പോൾ തമിഴ്നാട് പോലീസിലെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഈ കല്ലിക്കോടൻ രാഗേഷിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തിന്റെ, കല്ലിക്കോടൻ രാഗേഷ് പ്രസിഡന്റായ സഹകരണ സംഘത്തിന്റെ അക്കൗണ്ടിലേക്ക് 2 തവണയായി 2,22,00,000 രൂപ അനധികൃത പണമെത്തി എന്നുള്ളതാണ് കണ്ടെത്തൽ. ആ പണം പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഈ സൈബർ തട്ടിപ്പ് സംഘത്തിന്റെ അക്കൗണ്ടുകളിൽ നിന്നാണ് ഈ പണം എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തമിഴ്നാട് പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഈ അക്കൗണ്ടിലേക്കാണ് പണം എത്തിയത് എന്നുള്ള കാര്യം മനസ്സിലായത്. അതിൽ 1,76,00,000 രൂപ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു എത്തിയിരുന്നത്. ആ പണം പിൻവലിച്ചിട്ടുണ്ട്. പിന്നീട് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലാണ് പിന്നീട് 46 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് എത്തിയത്. ഇത് തമിഴ്നാട് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തി ഇന്നലെ കണ്ണൂർ പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് കല്ലിക്കോടൻ രാഗേഷിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കെ സുധാകരന്റെ ഏറ്റവും വിശ്വസ്തനും അടുത്ത അനുയായി കൂടിയാണ് കല്ലിക്കോടൻ രാഗേഷ്. മാത്രമല്ല, കഴിഞ്ഞ ഇതേ സംഭവവുമായി ബന്ധപ്പെട്ട് കേരള പോലീസിന്റെ പ്രത്യേക വിഭാഗം കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള പരിശോധനയുടെ ഭാഗമായും ഈ അനധികൃത പണമിടപാട് കണ്ടെത്തിയിരുന്നു. ഏതായാലും 11 മണിയോടുകൂടി കല്ലിക്കോടൻ രാഗേഷിനെ കോടതിയിൽ ഹാജരാക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ പണം എത്തിയത് തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കാണോ എന്നുള്ള കാര്യം സംശയിക്കുന്നുണ്ട്. ആ കാര്യവും പരിശോധിച്ചു വരികയാണ്. സന്തോഷ്, തമിഴ്നാട് പോലീസിന് എങ്ങനെയാണ് പരാതി കിട്ടിയത്? നമുക്ക് മനസ്സിലാക്കാൻ സന്തോഷ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ പണം വന്നു. അത് എവിടെ നിന്നാണെന്ന് സംബന്ധിച്ച കൃത്യമായ വ്യക്തതകൾ ഇല്ല. ഈ കല്ലിക്കോടൻ രാഗേഷ് അതിന്റെ ഈ DCC ജനറൽ സെക്രട്ടറി മാത്രമല്ലാതെ ഇതിന്റെ ഭാരവാഹി കൂടിയാണല്ലേ, സുധാന്റെ ഏറ്റവും അടുത്ത അനുയായി. എന്താണ് ഈ തമിഴ്നാട് പോലീസ് എങ്ങനെയാണ് കേസെടുത്തത്? ആരാണ് പരാതി നൽകിയത്? അതായത് തമിഴ്നാട് പോലീസിന് ലഭിച്ച പരാതി അവിടെ സൈബർ തട്ടിപ്പിനിരയായവർ നൽകിയ പരാതിയാണ്. ആ പരാതിയിൽ തമിഴ്നാട് പോലീസ് കേസ് അന്വേഷിച്ചപ്പോഴാണ് ഈ സൈബർ തട്ടിപ്പ് സംഘത്തിന്റെ പണം എത്തിയത് ഇന്ന അക്കൗണ്ടിലേക്കാണ് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായത്. അങ്ങനെ ആ അക്കൗണ്ട് ട്രേസ് ചെയ്താണ് തമിഴ്നാട് പോലീസ് കണ്ണൂരിലെത്തുകയും ഈ കല്ലിക്കോടൻ രാഗേഷിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അതേസമയം തന്നെ കേരളത്തിൽ ലഭിച്ച ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ടൗൺ പോലീസും ഈ സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്തിയിരുന്നു. ആ അന്വേഷണവും ചെന്നെത്തിയത് ഇതേ അക്കൗണ്ടിലേക്ക് തന്നെയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തമിഴ്നാട് പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗമാണ് ഇപ്പോൾ കല്ലിക്കോടൻ രാഗേഷിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി കോടതിയിൽ ഹാജരാക്കി ട്രാൻസിറ്റ് വാറണ്ട് വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്തതിനായി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. സന്തോഷം, ഒരുപക്ഷെ ഒരു വളരെ വ്യാപ്തിയുള്ളൊരു കേസാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. കേരളത്തിൽ നിന്ന് തന്നെ കഴിഞ്ഞ സൈബർ തട്ടിപ്പുകൾ നിരവധി കേസുകൾ വന്ന് കോടിക്കണക്കിന് രൂപ പലരുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് തമിഴ്നാട്ടിൽ നടന്ന ഒരു സൈബർ തട്ടിപ്പിന്റെ പണം വന്നത് ഈ കല്ലടിക്കോടൻ രതീഷ് ഭാരവാഹിയായ സഹകരണ സംഘത്തിൽ, അതായത് കെ സുധാകരന്റെ ഏറ്റവും അടുത്ത അനുയായി. ഈ സൈബർ തട്ടിപ്പിന്റെ വലയിൽപ്പെട്ട ഒരു പ്രധാന സംഘമാണ്, സഹകരണ സ്ഥാപനമാണ് ഇവർ നയിക്കുന്നതെന്നും പറയേണ്ടി വരുന്നുണ്ട് അല്ലേ? അതായത് ഒരുപക്ഷെ കൂടുതൽ അന്വേഷണത്തിൽ ഇതിന്റെ വലിയ വ്യാപ്തി ബോധ്യപ്പെടുകയും ചെയ്യും. തീർച്ചയായും വിവിധ സംസ്ഥാനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തമിഴ്നാട് പോലീസ് അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ കൂടുതൽ തെളിവെടുപ്പും ചോദ്യം ചെയ്യലും ആവശ്യമാണ് എന്നുള്ളതാണ് തമിഴ്നാട് പോലീസ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ചോദ്യം ചെയ്യലും തെളിവെടുപ്പിനുമായി ഈ പ്രതിയെ ട്രാൻസിറ്റ് വാറണ്ട് വാങ്ങി കോടതിയിൽ ഹാജരാക്കി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുള്ളത്. ഏതായാലും വലിയ ഒരു സാമ്പത്തിക കുറ്റകൃത്യം ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വലിയ സംഘങ്ങൾ തന്നെ ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വളരെ ഗൗരവപ്രദമായ ഒരു കുറ്റകൃത്യമാണ്. കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണൂരിലെ നേതാവ്, അവരുടെ ഒരു നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനം, അതിന്റെ അക്കൗണ്ടിലേക്ക് ഈ പണം എത്തിയിരിക്കുന്നു. ആ പണം പിൻവലിക്കുക കൂടി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണത്തിലൂടെ വലിയ കാര്യങ്ങൾ, കൂടുതൽ ഇതിന്റെ ഈ ഒരു തട്ടിപ്പിന്റെയും അല്ലെങ്കിൽ ഈ കള്ളപ്പണത്തിന്റെ ഒഴുക്കിന്റെയും വ്യാപ്തി കണ്ടെത്തേണ്ടതുണ്ട്. ആ രീതിയിലുള്ള നേരത്തെ പറഞ്ഞല്ലോ, ഈ കല്ലിക്കോടൻ രാഗേഷിനെതിരെ കേരള പോലീസ്, കണ്ണൂർ പോലീസിന് ഒരു പരാതി ലഭിച്ചിരുന്നല്ലോ. അതും ഈ സൈബർ തട്ടിപ്പ് തന്നെയാണോ? അതിന്റെ പേരിൽ തന്നെയാണോ പരാതി കിട്ടിയത്? തീർച്ചയായും കണ്ണൂർ പോലീസ്, കണ്ണൂർ ടൗൺ പോലീസ് നടത്തിയിട്ടുള്ള ഒരു പരിശോധനയിൽ, അതായത് ഈ
ഒരു സാമ്പത്തിക കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഒരു പരിശോധനയിലാണ് ഈ ഓപ്പറേഷൻ സി ഹണ്ട് എന്നുള്ള രീതിയിൽ കേരള പോലീസ് സംസ്ഥാന വ്യാപകമായി ഒരു പരിശോധന നടത്തിയിരുന്നു ഈ സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട്. അതിലാണ് ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടന്നു എന്ന് മനസ്സിലാവുകയും കണ്ണൂർ പോലീസിന്റെ കയ്യിലേക്ക് ആ കേസെത്തി അന്വേഷണം നടക്കുകയും ചെയ്തത്. ആ അന്വേഷണത്തിലും ഈ സംഘത്തിന്റെ കല്ലിക്കോടൻ രാകേഷിന്റെ അടുത്തേക്ക് തന്നെയാണ് ഈ അന്വേഷണം എത്തിയത്. ആ രീതിയിൽ സന്തോഷ് ഒരു വ്യക്തതയ്ക്കായി ചോദിക്കുകയാണ്. സന്തോഷ് പറഞ്ഞത് ഓപ്പറേഷൻ പി ഹണ്ടുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണം. പക്ഷേ ഈ ഓപ്പറേഷൻ പി ഹണ്ട് എന്ന് പറയുന്നത് ഈ കുട്ടികളെ ലൈംഗിക കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന അങ്ങനെ പോർണോഗ്രാഫിയുമായി ബന്ധപ്പെട്ടാണ് ഈ പരിശോധന പി ഹണ്ട് നടത്തിയത്. ആ പി ഹണ്ടുമായി ബന്ധപ്പെട്ട കേസാണോ കല്ലിക്കോടൻ രാകേഷിനെതിരെ നൽകിയത്? എന്താണ് കൃത്യമായി ഒന്ന് അത് ഓപ്പറേഷൻ ഈ കുട്ടികളുടെ ഇത് ലൈംഗിക കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ഒരു ഓപ്പറേഷൻ അല്ല. അത് ഇത് CY ഹണ്ട് എന്ന് അറിയപ്പെടുന്ന രീതിയിൽ, അതായത് സൈബർ തട്ടിപ്പ് അന്വേഷിക്കുന്ന ഒരു പ്രത്യേക ഒരു ഓപ്പറേഷൻ ആയിരുന്നു. അതായത് സംസ്ഥാനത്തുള്ള സൈബർ തട്ടിപ്പ് കേസുകളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി നടത്തിയിട്ടുള്ള ഒരു പരിശോധനയായിരുന്നു. അതിന്റെ ഭാഗമായാണ് എന്നാണ് ഈ പരാതി ഈ കല്ലടിക്കോടൻ രാകേഷിനെതിരെ ഉണ്ടായിരുന്നത്? ഈ പരാതി സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പരാതി ഇത് ഉണ്ടായിരിക്കുന്നത് ഈ തൊട്ടടുത്ത ദിവസമാണ്. അതായത് ഈ മാർച്ച് മാസം 5-ാം തീയതിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ടൗൺ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കണ്ണൂർ ടൗൺ പോലീസിന്റെ അന്വേഷണത്തിൽ ഈ അക്കൗണ്ടിലെ അനധികൃത അക്കൗണ്ടിലേക്ക് പണം എത്തിയത് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ മാർച്ച് 5-ാം തീയതി ഈ കേസ് കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ തമിഴ്നാട് പോലീസും കണ്ണൂർ പോലീസുമായി ബന്ധപ്പെട്ട് സമാനമായ ഈ തട്ടിപ്പ് സംഘത്തിന്റെ പണം ഈ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് കണ്ണൂർ ടൗൺ പോലീസിന്റെ സഹായം തേടി തമിഴ്നാട് സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം കൂടി കണ്ണൂരിലെത്തുകയും കല്ലിക്കോടൻ രാകേഷിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അതിനുശേഷം ഇന്നലെ രാത്രി മുഴുവൻ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ ഈ കല്ലിക്കോടൻ രാകേഷിനെ ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷമാണ് രാത്രി വൈകി അറസ്റ്റ് രേഖപ്പെടുത്തിയത്, ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നത്. ഏതായാലും വലിയ ഒരു ശൃംഖല ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വലിയ അന്തർ സംസ്ഥാന തട്ടിപ്പാണ് ഇത് എന്നുള്ളത് കൂടി മനസ്സിലാക്കുന്നു. ഈ പണം എന്തിനാണ് കോൺഗ്രസ് നേതാവിന്റെ കൈകളിലേക്ക് എത്തിയത് എന്നുള്ള കാര്യത്തിൽ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. അത് തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് എത്തിയതാണോ എന്നുള്ള സംശയം കൂടിയുണ്ട്. ആ കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിച്ചു വരികയാണ്.